അടുത്തതായിട്ട് ഒരുപാട് ക്ലോട്ടുകൾ പോകുന്നു. ചില ക്ലോട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു മാംസ കഷ്ണം പോകുന്നത് പോലെ ആയിരിക്കും പോകുന്നത്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. അഡിനോമയോസിസോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസോ ഒക്കെ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വലിയ ക്ലോട്ടുകൾ പോകുന്ന ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്നുണ്ടാകാം. ഇനി അടുത്തത്, ഒരു പീരീഡ്സിനകം നമുക്കറിയാം ഒരു 28 മുതൽ 35 ദിവസം വരെയാണ് നമ്മളുടെ ഒരു ആർത്തവ ചക്രം എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഈ ഒരു ആർത്തവ ചക്രത്തിനിടയ്ക്ക് തന്നെ 2 തവണ നമ്മൾ പീരീഡ്സ് ആവുന്ന ഒരു അവസ്ഥ വരിക. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രയധികം ബ്ലഡാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതെന്ന്. അപ്പോൾ തന്നെ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം. പലരും ഇതൊന്നും വകവയ്ക്കാറില്ല. ഇത് നിങ്ങളുടെ PCOD ഉള്ളവർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻഡോമെട്രിയോസിസോ അഡിനോമയോസിസോ ഒക്കെ ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. ഇനി നിങ്ങളുടെ മൂഡ് ചേഞ്ചസ്. നമുക്കറിയാം എല്ലാ സ്ത്രീകളും ജീവിക്കുന്നത് ഒരു ഹോർമോൺസിൻ്റെ സന്തുലിത അവസ്ഥയിലാണ്. ഇതിന് എന്തെങ്കിലുമൊക്കെ താളപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, സങ്കടം വരിക എന്നുള്ള അവസ്ഥയിലൊക്കെ കടന്നു പോകും. പലപ്പോഴും അമ്മായിയമ്മ മരുമകൾ വഴക്കുണ്ടാകുന്നത് വരെ ഈ ഒരു ആർത്തവ ചക്രത്തിനുണ്ടാകുന്ന പ്രശ്നത്തിലാണ്. കാരണം മെനോപോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ അധികമാണ്. ആർത്തവ സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ അധികമാണ്. അപ്പോൾ ഈ ഒരു 2 ഫേസിലുള്ള 2 പേർ തമ്മിൽ കാണുമ്പോൾ ശരിക്കും അവരുടെ സംസാരത്തിൽ എന്താ പറയുക, അവർ തമ്മിൽ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങളുടെ മൂഡ് ചേഞ്ചസ് ഒരു സ്വാഭാവികമാണ്. നമുക്ക് ചെറിയ രീതിയിലൊക്കെ സങ്കടങ്ങൾ വരാം, ദേഷ്യം വരാം. പക്ഷേ ഇത് ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് പോവുക, പീരീഡ്സിന് ഒരാഴ്ച മുന്നേ അതികഠിനമായിട്ടുള്ളൊരു ഡിപ്രഷൻ ലെവലിലേക്ക് പോവുക എന്നൊരവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സ്പോട്ടിങ് കാണുക എന്നുള്ളത്. അത് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ നമ്മളോട് ക്ലിനിക്കിൽ വന്നിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കാനായിട്ടായിരിക്കും വരിക. എന്നിരുന്നാലും ചോദിച്ചു വരുമ്പോൾ അവർ പറയാറുണ്ട്, ഡോക്ടർ ഇതുപോലെ പീരീഡ്സിനിടയ്ക്ക് നമ്മൾ സ്പോട്ടിങ് ആയിട്ട് കാണാറുണ്ട്, അതെന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമാണോ? തീർച്ചയായിട്ടും പ്രശ്നമുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്പോട്ടിംഗ് ഒക്കെ കാണിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പീരീഡ്സ് അടുക്കാറാവുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള ദിവസങ്ങളിൽ സ്പോട്ടിങ് കാണിക്കാം. പക്ഷേ പീരീഡ്സ് ഒക്കെ കഴിഞ്ഞിട്ടും ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ സ്പോട്ടിങ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ ഓരോ ദിവസവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് നമ്മളുടെ മനസ്സിൻ്റെ സമാധാനം തന്നെ തല്ലിക്കെടുത്തും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക? സോ നിങ്ങളുടെ ഓരോ സ്ത്രീക്കും അവളുടെ ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ്. അവളുടെ പീരീഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പീരീഡ്സിനെ എത്രത്തോളം കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു ദിവസം എത്ര സുന്ദരമാകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും.